വിജയടാ 25 കിലോമീറ്റർ യാത്രയിൽ നമ്മൾ കണ്ടത് ഒരു ട്രാൻസ്പോർട്ട് ബസ്സും ഒരു മനുഷ്യനെയും അല്ലേ? അപ്പം നമ്മളെവിടെയാ? പമ്പ. ഇത് പമ്പയിലെത്തി. ഇത് കണ്ടോ, പുലിവാഹനൻ നിൽക്കുന്ന. അയ്യപ്പൻ ശബരിമലയല്ല കേട്ടോ, പമ്പ. നമ്മൾ പമ്പയിൽ വന്നു കേട്ടോ. ഇവിടം വരെയായി വണ്ടികൾ വരുമോ? പിന്നെ ദൃശ്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. 20 കിലോമീറ്റർ നമ്മൾ വനത്തിനകത്തോടെ പോന്നിട്ട് ഒരു ട്രാൻസ്പോർട്ട് ബസ്സും ഒരു വണ്ടിയും മാത്രമേ കണ്ടുള്ളൂ. ഇവിടെ കൊണ്ട് വഴി തീരുവ. ബാക്കി വിശേഷങ്ങളൊക്കെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പമ്പ നദിയൊക്കെ കാണിക്കാം. ഇവിടെ ഒരു പെട്രോൾ പമ്പ് വന്ന് അടച്ചു പൂട്ടിയിട്ടേക്കോ. ഇത് ജനകോടികൾ വന്ന സ്ഥലമാണ് കേട്ടോ. മൊത്തം വിജനമായിട്ട് കിടക്കുക. നമ്മളൊന്ന് കറങ്ങാൻ വേണ്ടി പോകുന്നതാണ് ഇന്ന്. ഇനി പമ്പ നദിയിലോട്ട് നമ്മൾ പയ്യെ പോവുക. ഇവിടെ വന്നാണല്ലോ മുങ്ങിക്കുളിച്ച് ശബരിമല ദർശനം നടത്താൻ വേണ്ടിയിട്ട്, അയ്യപ്പനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഉണ്ട്. പടിക്കെട്ടുകൾ ഇറങ്ങിയിട്ട് പമ്പയിലോട്ട് ഇറങ്ങുക. പമ്പാ നദി കണ്ടിട്ടില്ലാത്തവർ കണ്ടോ കേട്ടോ. അങ്ങ് മലമുകളിൽ നിന്ന് ഉത്ഭവിച്ച് ഇതാ ഇങ്ങനെ വന്ന് ഇതാ ഇങ്ങനെ താഴോട്ട് പോവുക. ഞങ്ങൾക്ക് ഉണ്ടിരുന്ന നായർക്കൊരു വെളിപാട് വന്നെന്ന് പറഞ്ഞ പോലെ രാവിലെ വണ്ടിയായിട്ട് പാലാ വന്നു, പൊൻകുന്നം വന്നു, പൊൻകുന്നത്ത് നിന്ന് റാന്നി വന്നപ്പം ഗവിക്ക് പോയാലൊന്ന് ആലോചിച്ചു. അപ്പോൾ നേരെ ഗവിക്ക് പോകാൻ വേണ്ടി അവിടെ നിന്ന് ഒരു 10-40 കിലോമീറ്റർ കൂടി ആങ്ങാമൂഴി വന്നപ്പം അവിടെ ചെക്ക് പോസ്റ്റിൽ ഒരു പോലീസുകാരൻ തടഞ്ഞ് ഇനി അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, പാസ് എടുക്കണം എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഒരു കാനന യാത്ര ഇങ്ങനെ നടത്തിയേക്കാന്ന് ഓർത്തുകൊണ്ട് അവിടുന്ന് നേരെ ശബരിമലയ്ക്ക് ഇങ്ങനെ പോന്നു. അങ്ങനെ പമ്പയിലേക്ക് വന്നു. സ്വാമിമാർ ഇവിടെയാണ്, ഈ നടകളിലാണ്. ഇവിടുന്ന് കുളിച്ചാണ് പോകുന്നത്. അവർ ഉപേക്ഷിച്ച തുണികൾ ഇതാ ഈ കാണുന്ന കുറേ തുണികളൊക്കെ പെറുക്കി വെച്ചിട്ടുണ്ട്. മൊത്തം വിജനമായി. ഞാൻ ചുമ്മാ തള്ളിയതല്ല കേട്ടോ. ഞങ്ങൾ 25 കിലോമീറ്റർ കാട്ടിക്കോടെ വന്നിട്ട് ആകപ്പാടെ കണ്ടത് ഒരു തിരുവനന്തപുരം സൂപ്പർ ഫാസ്റ്റും പിന്നെ ഒരു ആദിവാസി ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഒരാളുമാണ്. ഇത് കണ്ടോ. അപ്പോൾ പുതിയ നല്ല യാത്രാ വീഡിയോകൾ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.